നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാർസലോണ ഇന്നലെ 3 പോയിന്റ്സ് എടുത്തപ്പോൾ ഇന്നലെ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഇന്നലെ രാവിലെ 1:30 മാച്ച് അല്ലേ. റയൽ മാഡ്രിഡ് ഞായറാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം 8:45 നടന്ന മത്സരത്തിൽ റയോ വയക്കാനോട്ട് 0-0 സമനിലയിൽ പിരിയുന്ന സിനാരിയോ നമ്മൾ പറഞ്ഞു. ഓക്കെ, 5 പോയിന്റ്സ് എന്നുള്ള ഗ്യാപ്പ് ബാർസലോണയ്ക്ക് വിക്ടറി ആയിട്ട് 3 പോയിന്റ് ചുരുക്കാൻ സാധിച്ചു. സോ നമുക്ക് ആദ്യം ബാർസ മാച്ച് ടച്ച് ചെയ്ത് തുടങ്ങാം. സോ FC ബാർസലോണ എൻ്റെ ഒരു ഒപ്പീനിയൻ ഈ സീസണിലെ വൺ ഓഫ് അവർ ബെസ്റ്റ് സെക്കൻഡ് ഹാഫ് പെർഫോമൻസ് ആണ് നമ്മൾ ഇന്നലെ കണ്ടത്. നമ്മുടെ ഇന്നലത്തെ സെക്കൻഡ് ഹാഫ് പെർഫോമൻസ് ആർഗ്യുബിളി ഈ സീസണിലെ വൺ ഓഫ് ദ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ ശരിയാണ്, ഒരു ഗോളെ സ്കോർ ചെയ്തിട്ടുള്ളതായിരിക്കും, പക്ഷെ കൺട്രോൾ നമ്മുടെ കയ്യിൽ ഒരു ഫുൾ 45 മിനിറ്റ്സ് ആണ് പ്രോബബ്ലി ഈ സീസൺ ഫസ്റ്റ് ടൈം ആണോ എന്ന് തന്നെ നമ്മൾ ആർഗ്യൂ ചെയ്യും. കാരണം അമ്മാതിരി സൂപ്പർ പെർഫോമൻസ് ആണ് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ. വന്ന ചേഞ്ച് എന്താണ് അതിലോട്ട് ഞാൻ വരാം. അതിനേക്കാളും മുമ്പ് ഇന്നലത്തെ മാച്ചിൽ ഡാനി ഓൾമോനെ സ്റ്റാർട്ട് ചെയ്യേണ്ട സിനാരി വന്നു. കസാഡോനെ ലാസ്റ്റ് മൊമെന്റ് നമ്മൾ പിച്ചിൽ നിന്ന് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. സോ ഡാനി ഓൾമോ, ഫെർമിൻ ലോപ്പസ് 2 നമ്പർ 10s പിച്ച് വെച്ചാണ് നമ്മൾ ഫ്രാങ്കി ഡിയോങ് പോലത്തെ ഒരു ടാലന്റ്, ടെക്നിക്കലി ഒരു സിംഗിൾ പ്ലെയർ ഡിഫൻസീവ് മിഡ്ഫീൽഡർ അല്ല ഫ്രാങ്കി ഡിയോങ്, നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആളെ വെച്ച് നമ്മൾ ഒറ്റയ്ക്ക് കളിപ്പിക്കുന്ന ഒരു സിനാരിയോ ഉണ്ട്. ആൻഡ് ഫസ്റ്റ് ഹാഫിൽ നമുക്ക് മിഡ്ഫീൽഡിൽ യാതൊരു കൺട്രോളും ഇല്ല. ധാരാളം സ്പേസുകളുണ്ടത്. എങ്ങനെ അവർ കണ്ടിന്യൂസ്ലി സെൽട്ടവിക്കോ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ ഡിയോങ്ങിൻ്റെ പൊസിഷനിങ് ആയിരുന്നു. സോ അതിലോട്ട് ഞാൻ വരാം. ഡിയോങ് ഇന്നലെ ഇൻഡിവിജ്വലി ഹാഡ് എ ഗുഡ് ഗെയിം. ഓക്കെ, അന്യായ പെർഫോമൻസ്, ആർക്കും മാൻ ഓഫ് ദ മാച്ച് കൊടുക്കാന്നല്ലോ പെർഫോമൻസ് ആയിരുന്നു. സെക്കൻഡ് ഹാഫിലാണെങ്കിലും ഫസ്റ്റ് ഹാഫിൽ മോശമല്ലായിരുന്നു ഇൻഡിവിജ്വലി. പക്ഷേ പുള്ളിയുടെ പൊസിഷനിങ്ങിൻ്റെ കാര്യത്തിൽ ഇഷ്യൂ ഉണ്ട്. അത് കോച്ചിങ് ഇൻസ്ട്രക്ഷൻ പോലെയാണ് തോന്നുന്നത്. ആൻഡ് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പം ഡിയോങ് നമ്മൾ കണ്ട് കളത്തിൽ അങ്ങ് നിറഞ്ഞാടുമായിരുന്നു. ആൻഡ് മാച്ചിൽ ഫസ്റ്റ് തന്നെ നമ്മളൊരു പെനൽറ്റിയിലൂടെ നമ്മുടെ അങ്കിൾ ജി ഗോൾ സ്കോർ ചെയ്യുന്നു. അങ്കിളിൻ്റെ ഹാട്രിക്ക് വരുന്ന ഒരു സിനാരി നമ്മൾ കാണുന്നു ഈ മാച്ചിൽ. നമ്മുടെ അങ്കിളാണ് ആദ്യത്തെ ഗോൾ സ്കോർ ചെയ്യുന്ന ഒരു പെനൽറ്റിയിലൂടെ. ആൻഡ് 1-0 ലീഡ് എടുക്കുകയാണ്. ഓക്കെ, 1-0 നമ്മൾ ലീഡ് എടുത്ത് നിൽക്കുന്നു. ആ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ലെവൻഡോസ്കി ഒരു കിടിലൻ ഹോൾഡ് പ്ലേയിൽ ഫെർമിൻ ലോപ്പസിനെ ഫൈൻഡ് ചെയ്യുന്നു. ആൻഡ് ഫെർമിൻ ലോപ്പസ് അവിടെ റാഷ്വൻ്റെ റണ്ണ് സ്പോട്ട് ചെയ്യുന്നു. റാഷ്വൻ്റെ ഇൻ ബിഹൈൻഡ് പ്ലേ ചെയ്യുന്നു. റാഷ്വഡൊക്കെ ഇവിടെയാണ് ത്രൈവ് ചെയ്യുന്നത് അല്ലേ. ഇൻ ബിഹൈൻഡ് ആയിരുന്നു. അവിടെ ഗോൾ കീപ്പറുമായിട്ട് 1-on-1 ആളത് അടിക്കുന്നത് ഗോൾ കീപ്പർ സേവ് ചെയ്യുകയാണ്. സോ അവിടെ 2-0 ആവുമായിരുന്നെങ്കിൽ കളി കംപ്ലീറ്റ്ലി മാറിയാണ് നമ്മുടെ കയ്യിലോട്ട് വന്ന്. അവിടെ പക്ഷേ റാഷ്വഡിൻ്റെ ആ ഷോട്ട് സേവ് ആവുകയാണ്. ഹി ഷുഡ് ഹാവ് ഫിനിഷ് ദാറ്റ്. പക്ഷേ ആ സേവ് ചെയ്യുന്ന സീക്വൻസിൽ നിന്നാണ് അവർ ഗോൾ തിരിച്ചടിക്കുന്നത്. ഓക്കെ, സേവ് ചെയ്യുന്നു, അവരുടെ പ്ലെയറിൻ്റെ കാലിലോട്ട് പോകുന്നു. സോ ഇവിടെയാണ് നമ്മുടെ ഒരു ഇഷ്യൂ. ഓക്കെ, അവിടെ അവർ കമ്പൈൻ ചെയ്ത് വരികയാണ്. ഇവിടെ നമ്മുടെ 3 പ്ലേയേഴ്സിനെ നിങ്ങൾക്ക് കാണാം വൈഡിൽ നിൽക്കുന്നത്. ഓക്കെ, അറോഹോനെ നിങ്ങൾക്ക് കാണാം, ഡിയോങ്ങിനെ കാണാം, കുബാർസിനെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, എറിക് ഗാർഷ്യ റൈറ്റ് ബാക്ക് ആയിട്ട് നിൽക്കുക. ഓക്കെ, ഈ ഒരു കേസിനായിരിക്കും ബാളിൻ്റെ ബാക്കിൽ നിന്ന് റണ്ണ് നടത്തുകയാണ്. നിങ്ങൾക്ക് ഇപ്പം കാണാം. സോ ഡിയോങ്ങിൻ്റെ പൊസിഷൻ നിങ്ങൾ നോക്കുക. റാദർ ദാൻ ബീങ് ഇൻ ദ മിഡ്ഫീൽഡ് ഈ മാച്ചിൽ കൂടുതലും ആളൊരു തേർഡ് CB അഥവാ സെൻറ്റർ ബാക്സിന് കൂടുതൽ കവർ കൊടുക്കുന്നതിലായിരുന്നു ആൾ ഫോക്കസ്. ഇവിടെ ഡിയോങ് നിങ്ങൾക്ക് കാണാം അവിടെ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. അവിടെ അടുത്ത ഫ്രെയിമിലോട്ട് പാസ് ഇപ്പോൾ ബോർഗോ ഇഗ്ലേഷ്യസ് ഡ്രോപ്പ് ചെയ്യും. ബോർഗോ ഇഗ്ലേഷ്യസ് നിങ്ങൾക്ക് ഇപ്പം പിക്ചർ കാണാം, പുള്ളി ഓഫ് സൈഡ് പൊസിഷനിലാണ്. അവിടെ നാൾ ഡ്രോപ്പ് ചെയ്യും, അവരുടെ ഫുൾ ബാക്കുമായിട്ട് കമ്പൈൻ ചെയ്യും, 1-2 പാസ് ഇട്ട് ആ ഫുൾ ബാക്കിന് റിലീസ് ചെയ്യണം. ഇവിടുത്തെ കേസിനാരിയോ നിങ്ങൾക്ക് കാണാം, നമ്മൾ ആ ഫുൾ ബാക്കിനെ ഓഫ് സൈഡ് ആക്കാൻ നോക്കുമ്പോൾ അവിടെ ബാളിൻ്റെ ക്ലിയർലി അവനെ ഓൺ സൈഡ് ആക്കുകയാണ്. ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നമുക്ക് ക്ലിയർലി കാണാം. അവിടെ ഇൻ ബിഹൈൻഡ് പ്ലേ ചെയ്യുന്നു, ബോക്സിലോട്ട് വരുന്നു, ആൻഡ് ഷെസ്നിനെ ബീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്യണം. മേ ബി ഷെസ്നി ഷുഡ് ഹാവ് ഡൺ ബെറ്റർ ദർ. പക്ഷെ അവിടെ നമുക്ക് കാണാം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ലാസ്റ്റ് സീസൺ നമുക്ക് ഇല്ലാന്നതാണ്. ആസ് എ ടീം നമ്മൾ ഓഫ് സൈഡ് ട്രാപ്പ് സെറ്റ് ചെയ്തെടുത്തുനിന്ന് ഇപ്പം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നമുക്ക് ടീമിൽ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഈ പിക്ചറിൽ മനസ്സിലാവുന്ന ഒരു സിനാരിയോ ആയിരിക്കും അല്ലേ. സോ അത് ഈ മാച്ചിൽ ഉടനീളം നമ്മൾ കാണുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ഒരു ഗോൾ ഉടനെ തിരിച്ചടിച്ചു. ഇപ്പം ബാളിൻ്റെ റാഷ്വഡിനെ ഫൈൻഡ് ചെയ്യുന്നു. റാഷ്വഡിൻ്റെ ഒരു സൂപ്പർ ക്രോസ് ഇൻസു ബോക്സ് ആൻഡ് ലെവൻഡോസ്കി വന്ന് ഫിനിഷ് ചെയ്യുകയാണ്. ഒരു 1.5 ഫിനിഷ് ആയിരുന്നു, 1.5 മൂവ് ആയിരുന്നു റാഷ്വഡിൻ്റെ സൂപ്പർ ക്രോസും ആയിരുന്നു. പക്ഷേ റാഷ്വഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ അത് പറഞ്ഞിട്ട് ഡിയോങ്ങിന് ഇതിലോട്ട് വരും. റാഷ്വഡ് ഇന്നലെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ഇൻ ബാർസ. എൻ്റെ ആർഗ്യുബിലി ഫോർ മീ എനിക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തന്ന റാഷ്വഡ് പെർഫോമൻസ് ആണ് ഇന്നലെ. ഇന്നലെ 2 അസിസ്റ്റ് ആൾക്കുണ്ടായിരുന്നു. അതിനേക്കാൾ ഉപരി എനിക്ക് ഇഷ്ടപ്പെട്ടത് ആളുടെ ഓഫ് ദ ബോൾ വർക്ക് ലോഡാണ്. ആൾ ഇന്നലെ 3 റിക്കവറീസ് നടത്തി, 6ൽ 4 ഗ്രൗണ്ട് ഡ്യൂൾസും വിൻ ചെയ്യുന്ന സിനാരിയോസ് നമ്മളുണ്ട്. സോ ആൾ മെറ്റെന്ന് റെഫീനായി മാറിയെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ബോൾ ലൂസ് ചെയ്താൽ ബോൾ വിങ് ബാക്ക് ചെയ്യാനായിട്ടുള്ള ഇൻറ്റൻറ്റ് ആൾ കളിക്കുന്നുണ്ട്. സോ അഗ്രഷൻ കാണിക്കുന്നുണ്ട്. യമാലിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ അത് തന്നെയാണ്. യമാൽ ഇന്നലെ ഒരു ഗോളും സ്കോർ ചെയ്തു. യമാൽ ലാസ്റ്റ് മാച്ചിലും കാണിച്ചിരുന്നു. ഈ മാച്ചിൽ നമ്മൾ കണ്ടത് ഓഫ് ദ ബോൾ ആൾ വർക്ക് ലോഡ് ഇപ്പോൾ എടുക്കുന്നുള്ളൂ. മേ ബി ഇഞ്ചറി നാൾ ബെറ്റർ ആവുന്നതിൻ്റെ സിനാരിയോ ആകാം. മേ ബി ഹാൻസി ഫ്ലിക്കിൻ്റെ കോച്ചിങ് സ്റ്റാഫിൻ്റെ ഇപ്പം ലാസ്റ്റ് മാച്ചിൽ പ്രസ് കോൺഫറൻസിൽ ഓപ്പൺലി സിസ്റ്റം മാത്രമല്ല ഇഷ്യൂ എന്നുള്ള രീതിയിൽ ആളൊരു പറയാൻ നമ്മൾ കേട്ടാണ്. ആര് ഹാൻസി ഫ്ലിക്ക് പറയും നമ്മൾ കേട്ടാണ്. സോ ഡെഫിനറ്റ്ലി പ്ലേയേഴ്സിനെ ഈ ഓഫ് ദ ബോൾ വർക്ക് ലോഡ് നമ്മൾ ഈ ശ്രദ്ധയപ്പെടുന്ന പോലെ തന്നെ ഹാൻസി ഫ്ലിക്കിനെ ശ്രദ്ധയപ്പെടുന്നുണ്ടായിരുന്നു. സോ ഈ മാച്ചിൽ കണ്ട ചേഞ്ച് റീലി ഗുഡ്. ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം റഫീനെയും ജോൺ ഗാർഷ്യയും അതുപോലെ തന്നെ പെഡ്രിയും തിരിച്ചു വരുന്നത് വിൽ ബൂസ്റ്റേഴ്സ്. സോ ഇവരുടെ ഭാഗത്തുനിന്ന് ഈ വർക്ക് ലോഡ് കിട്ടുവാണെങ്കിൽ ദാറ്റ്സ് ഗോയിങ് ടു ബി എ ഗെയിം ചേഞ്ച്. സോ ഡിയോങ്ങിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഗോൾ അവർ കൺസിഡർ ചെയ്താൽ ഡിയോങ് അവിടെ സെൻറ്റർ ബാക്സിനോടൊപ്പം പൊസിഷൻ ചെയ്യുന്നുണ്ടല്ലേ. ഈ മാച്ചിലെ ഒരു ഇഷ്യൂ അതായിരുന്നു. നിങ്ങൾക്ക് ഇപ്പം കാണാം ഫസ്റ്റ് ഹാഫിൽ കൂടുതലും ഡിയോങ് മിഡ്ഫീൽഡിൽ ഫോക്കസ് ചെയ്യുന്നതിനേക്കാൾ ഉപരി സെൻറ്റർ ബാക്സിന് കവർ കൊടുക്കുന്നതിലായിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ പിക്ചറിൽ കാണാം. ഈ ഒരു കേസ് സിനാരിയോയിൽ നമ്മുടെ 2 സെൻറ്റർ ബാക്സും
അവിടെ ആ പ്ലെയറിനെ ഓഫ് സൈഡ് ആക്കാനായിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡിയോങ്ങിൻ്റെ പൊസിഷൻ കാണാം. ഡിയോങ് അവിടെ അവരുടെ പ്ലേയേഴ്സിനെ ഓൺ സൈഡ് ആക്കുകയാണ്. ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, ഡിയോങ്ങിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അടുത്ത ഒരു പിക്ചറിലോട്ട് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം അവിടെ ടച്ച് ലൈൻ ഇപ്പം സെൻട്രൽ ലൈനിൽ നിൽക്കുകയാണ്. അവിടെ നമ്മുടെ രണ്ട് സെൻറ്റർ ബാക്സ് ഒരു ഓഫ് സൈഡ് ട്രാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഡിയോങ്ങിൻ്റെ പൊസിഷൻ നിങ്ങൾ നോക്കുക, ക്ലിയർലി ഓൺ സൈഡ് ആക്കുകയാണ്. അവിടെ രണ്ട് സെൻറ്റർ ബാക്സും ഇപ്പം ഡിയോങ് അവിടെ ഇപ്പോൾ അടുത്ത ഫ്രെയിമിലോട്ട് നിങ്ങൾ നോക്കുക, ഡിയോങ് അവിടെ ക്ലിയർലി ഓൺ സൈഡ് പൊസിഷൻ ആക്കുവാണ് ആ എല്ലാ പ്ലേയേഴ്സിനെയും. ഇപ്പോൾ അവിടെ കുബാർസി അറോഹും കഷ്ടപ്പെട്ട് ഹൈ ലൈൻ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഡിയോങ് അവിടെ ക്ലിയർലി ആ പ്ലെയറിനെ ഓൺ സൈഡ് ആക്കുകയാണ്. സോ ഈ ഒരു കേസ് സിനാരിയോയിൽ നിങ്ങൾക്ക് കാണാം അവിടെ ഡിയോങ് ആണെങ്കിൽ പ്ലേയേഴ്സിനെ ഓൺ സൈഡ് ആക്കുന്ന ഒരു സിറ്റുവേഷൻ. ഇവിടെ അടുത്തൊരു കേസ് സിനാരിയോ, ഇപ്പം ബോൾ ഇൻ ബൈ പ്ലേ ചെയ്യാൻ പോകുമ്പോൾ ഡിയോങ് ബാക്കിലോട്ട് സ്റ്റെപ്പ് ചെയ്യണം. ഡിയോങ് ജസ്റ്റ് ബാക്കിലോട്ട് ഒന്ന് സ്റ്റെപ്പ് ചെയ്യുകയാണ്. നമ്മുടെ സെൻറ്റർ ബാക്സ് അവിടെ ഒരു ഇപ്പോൾ ബാളിലെ ആണെങ്കിലും കുബാർസി ആണെങ്കിലും അവിടെ ഒരു ഓഫ് സൈഡ് ട്രാപ്പ് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഡിയോങ് അവിടെ ഓൾറെഡി ആ ബോൾ വരും എന്നുള്ള ആൻറ്റിസിപ്പേഷൻ മൂവ്മെൻറ്റ് നടത്തി. സോ അത് കൺസേണിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇതാണ് നമ്മൾ ഇന്നലെ ബാക്ക് ഫയർ ചെയ്ത ഫസ്റ്റ് ഹാഫിൽ വൺ ഓഫ് ദ ഇഷ്യൂ. ഡാനി ഓൾമയും ഫെർമിൻ ലോപ്പസ് നമുക്കറിയാം നാച്ചുറലി ഫ്രണ്ട് ഫോർവേഡ് പോകാൻ ഇഷ്ടപ്പെടുന്ന പ്ലെയറാണ്. നമ്മുടെ ഡിയോങ്ങിനെ സെൻട്രലി ഇന്നലെ മിസ് ചെയ്തു. സോ ഈ ഒരു ഫ്രെയിമിലൊക്കെ ഇപ്പം തൊട്ട് മുമ്പത്തെ ആ പിക്ചറിൽ നോക്കുക, നമ്മൾ എവിടെയാണ് ഡിയോങ്ങിനെ എക്സ്പെക്ട് ചെയ്യുന്നത്? മിഡ്ഫീൽഡിലാണ്. മിഡ്ഫീൽഡിൽ ആൾ പൊസിഷൻ ചെയ്യുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ആൾ എവിടെയാണ് സെൻറ്റർ ബാക്സിന് കവർ കൊടുക്കുന്നതിൽ കൺസേൺ ആയത്. അതാണ് നമുക്ക് പണി പാടിയത്. എനിക്ക് തോന്നുന്നു ഫ്ലിക്കിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എന്ന് കാണണം. ഓക്കെ, അഥവാ നമ്മുടെ ഓഫ് സൈഡ് ട്രാപ്പ് അവരെ ബീറ്റ് ചെയ്താൽ ട്രാക്ക് ബാക്ക് ചെയ്ത് റിക്കവർ ചെയ്ത് അവർ കവർ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. സോ ആ ഒരു കവർ കൊടുക്കാനായിട്ട് നോക്കി നമ്മുടെ ഓഫ് സൈഡ് ട്രാപ്പ് നമ്മൾ സെൻറ്റർ ബാക്സ് സെറ്റ് ചെയ്യുന്നതും ഡിയോങ് പൊളിക്കുമായിരുന്നു. കൂടാതെ ആ ഒരു ബാക്കിലോട്ടുള്ള മൂവ്മെൻറ്റ്സ് ശരി, ആ മിഡ്ഫീൽഡ് ഡിയോങ്ങിൻ്റെ പ്രസൻസ് നമ്മൾ ലാക്ക് ചെയ്യുമായിരുന്നു. കാരണം അവർക്ക് ഫ്രീലി ബോൾ മൂവ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. സോ എനിക്ക് മനസ്സിലാകത്ത ഓക്കെ, ഡിയോങ് അങ്ങനെ ബാക്കിലോട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ രണ്ട് സെൻറ്റർ ബാക്സ് എന്തിനും ഓഫ് സൈഡ് പൊസിഷൻ ക്യാച്ച് ചെയ്യാനായിട്ട് നോക്കുന്നത്. കാരണം ഡിയോങ് അവിടെ എല്ലാവരും ഓൺ സൈഡ് ആക്കുന്നുള്ളൂ. സോ അവിടെ ഡിയോങ് എന്ന് പറയുന്ന പ്ലെയർ ഇന്നലെ അന്യായിരുന്നു. ഫസ്റ്റ് ഹാഫ് ആണ്, സെക്കൻഡ് ഹാഫിലാണ് ഡിയോങ്ങിൻ്റെ പെർഫോമൻസ് ഇൻഡിവിജ്വലി മോശം പറയത്തില്ല. പക്ഷേ അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്. എനിക്കൊന്ന് ഹാൻഡ് ഫ്ലിക്ക് ഇന്നലെ പറഞ്ഞു കൊടുത്ത എനിക്ക് തോന്നുന്നൊരു ട്രൈ ചെയ്തൊരു ടാക്ടിക്സ് ആണെന്ന് തോന്നുന്നു. പക്ഷേ അത് കംപ്ലീറ്റ്ലി പാടുന്നതാണ് നമ്മൾ കണ്ടത്. കാരണം കംപ്ലീറ്റ്ലി ഇതൊരു ഡസൻ മേക്ക് സെൻസ്. അത് നമുക്ക് ബാക്ക് ഫയർ ചെയ്യുകയും ചെയ്തു. രണ്ടാമത് ഈക്വലൈസേഷൻ ഗോൾ വന്നതും ഡിയോങ് ആണ് ആ പ്ലെയറിനെ ഓൺ സൈഡ് ആക്കുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം ബോൾ ഇൻ ബിഹൈൻഡ് പ്ലേ ചെയ്യുമ്പോഴേക്കും നമ്മുടെ സെൻറ്റർ ബാക്സ് പുള്ളിനെ ഓഫ് സൈഡ് ആക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ ഡിയോങ് അവിടെ വീണ്ടും ഡിയോങ്ങിൻ്റെ പൊസിഷൻ നിങ്ങൾ നോക്കുക, ഒരു രണ്ട് സെൻറ്റർ ബാക്സിൽ നിന്ന് അടുക്കായിട്ട് ആ ക്ലിയർലി ആ പ്ലെയറിനെ ഓൺ സൈഡ് ആക്കുകയാണ്. ഡിയോങ് ഈസ് കൂടുതൽ കൺസേൺഡ് ആ ഒരു സെൻട്രലിനേക്കാണ് നമ്മുടെ രണ്ട് സെൻറ്റർ ബാക്സിന് ഇടയിൽ. അഥവാ അവർ നമ്മൾ ഓഫ് സൈഡ് ട്രാപ്പ് ബ്രേക്ക് ചെയ്താൽ ഓക്കെ ഞാൻ റിക്കവർ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ആണ് ഡിയോങ്ങിനുള്ളത്. പക്ഷേ ആ ഒരു ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനിടയിൽ നമ്മുടെ സെൻറ്റർ ബാക്സ് രണ്ട് ഓഫ് സൈഡ് ട്രാപ്പ് സെറ്റ് ചെയ്യാനായിട്ട് നോക്കി. ഡിയോങ് ആ ഓഫ് സൈഡ് ട്രാപ്പ് ബീറ്റ് ചെയ്യാനായിട്ട് ഒപ്പോണൻറ്റിനെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്തത്, റാദർ ദാൻ നമ്മുടെ ടീമിനെ ഡിഫെൻസീവ്ലി ഹെൽപ്പ് ചെയ്യുന്നതിനേക്കാളും. സോ അവിടെ ഇൻ ബിഹൈൻഡ് പ്ലേ ചെയ്യുന്നു, ബോക്സിലോട്ട് ബോൾ വരുന്നു. സോ അവിടെ കാണാം ബോർഗോ ഇഗ്ലേഷ്യസ് ഫ്രീലി വന്ന് ഫിനിഷ് ചെയ്യണം. അവിടെ ഡിയോങ്ങിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് കാണാം. ആൾ നാച്ചുറൽ ഒരു തേർഡ് CB റോൾ കളിച്ചുകൊണ്ട് ആൾ അവിടെ പൊസിഷൻ ചെയ്യണം. സാധാരണ ഡിയോങ് ആളുടെ സെൻറ്റർ മിഡ്ഫീൽഡ് റോളായിരുന്നു അവിടെ നിന്നെങ്കിൽ മേ ബി ഡിയോങ് അവിടെ വന്ന് ബ്ലോക്ക് ചെയ്യേണ്ട കവർ കൊടുക്കേണ്ട ഒരു ഏരിയ ആയിരുന്നു. അവിടെ ബോർഗോ ഇഗ്ലേഷ്യസ് ഷോട്ട് എടുക്കുന്നു, അത് ഗോളായിട്ട് കൺവേർട്ട് ചെയ്യാണ്. പിന്നീട് ഹാഫ് ടൈമിന് തൊട്ട് മുമ്പ് മൂന്നാമത്തെ ഗോളും വരുന്നു. അത് റാഷ്ഫോർഡ് ടേക്ക് ഓൺ ചെയ്തിട്ട് കട്ട് ചെയ്യുന്നതാണ്. അത് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ എങ്ങനെയൊക്കെ ഡിഫ്ലക്റ്റഡായി യമാലിൻ്റെ കാലിലോട്ട് ഇടുന്നു. യമാൽ ഫസ്റ്റ് ടൈം ഷോട്ട് എടുക്കുന്നു. നമ്മൾ 3-2 ലീഡ് എടുത്തുകൊണ്ട് പോവാണ്. ഓക്കെ, സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പം വന്ന മാറ്റം എന്താണ്? ഡിയോങ്ങിനെ മിഡ്ഫീൽഡിലോട്ട് വിട്ടു, റാദർ ദാൻ സെൻറ്റർ ബാക്സിനെ കവറും. അത് കംപ്ലീറ്റ്ലി പറയുന്നത് മനസ്സിലായി. മിഡ്ഫീൽഡിൽ നമ്പേഴ്സ് വേണമെന്ന് മനസ്സിലായി. ഡിയോങ്ങിനെ മിഡ്ഫീൽഡിലോട്ട് വിട്ടു. ആൻഡ് ഡിയോങ് മിഡ്ഫീൽഡ് ഒരു 1-1.5 പെർഫോമൻസ് അല്ല, ഇന്ന് രണ്ട് പേരുടെ വർക്ക് ഇന്നലെ എടുത്തെന്ന് പറയേണ്ടി വരും. കാരണം ഓൺ ദ ബോൾ ഹി വാസ് സൂപ്പർ, ഓഫ് ദ ബോൾ അന്യമായിട്ട് ബോൾ റിക്കവർ ചെയ്യുന്നുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ ഡിയോങ് ഇവിടെ ബോൾ വിൻ ചെയ്യുന്ന ഒരു സിനാരി. ഇവിടെ ഡിയോങ്ങിൻ്റെ പൊസിഷൻ നോക്കുക, ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡ്, അതായത് DMFൻ്റെ റോളാണ് ആളിരിക്കുന്നത്. അനന്തര കേസ് സിനാരിയ ബോക്സിലോട്ട് ബാക്കിലോട്ട് ബോൾ വരുമ്പോൾ ഷെസിൻ്റെ കാലിലോട്ട് വരുമ്പോഴേക്കും ഡിയോങ് പൊസിഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഒരു റാദർ ദാൻ ബീങ് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഡിയോങ്ങിനെ ആ സെൻറ്റർ ബാക്സിനോടൊപ്പം കാണുന്ന സിനാരിയോ ഇപ്പം ഡിയോങ് ആ മിഡ്ഫീൽഡ് പൊസിഷൻ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഈ ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ എഡ്ജ് ഓഫ് ദ ബോക്സ് സിനാരിയോസിൽ ഒന്നും ഡിയോങ് വരുന്നില്ല. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഡിയോങ് പൊസിഷൻ ചെയ്യുന്നത് കാണാം. റാദർ ദാൻ ഫസ്റ്റ് ഹാഫിലായിരുന്നു പുള്ളി ബാക്കിലോട്ട് ഇറങ്ങി ആ സെൻറ്റർ ബാക്സിനോടൊപ്പം നിൽക്കുന്ന സിനാരിയാണ് നമ്മൾ കൂടുതൽ കണ്ടുകൊണ്ടിരുന്നത്. സോ അങ്ങനെ ഡിയോങ് കൂടുതലോട്ട് ഗെയിമിൽ വരുന്നത് നമ്മൾ കണ്ടു. ആൻഡ് അടുത്ത നമ്മൾ എടുത്തു പറയേണ്ട കാര്യം ലെവൻഡോസ്കി നമ്മുടെ ടീമിൽ ഇന്നലെ ഹാട്രിക്കും ആൾ സ്കോർ ചെയ്തു. ലെവൻഡോസ്കി നമ്മുടെ ടീമിൽ കൊണ്ടുവരുന്ന ഇതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഹോൾഡ് പ്ലേ ആണ്. ഈ ഒരു ഫസ്റ്റ് ഗോളിനാണേലും ആ ഒരു റാഷ്ഫോർഡ് ചാൻസ് ഉണ്ടല്ലോ, അതായത് റാഷ്ഫോർഡ് മിസ് ചെയ്തൊരു സിറ്റർ ചാൻസ്, അതിനാണേലും ലെവൻഡോസ്കിയുടെ ഹോൾഡ് പ്ലേയിലൂടെയാണ് ഫെർമിനെ അവിടെ ബോൾ പ്ലേ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ ഈ ഒരു കേസ് സിനാരിയോയിൽ നിങ്ങൾക്ക് കാണാം ആൾ അവിടെ ബോൾ ഹോൾഡ് അപ്പ് ചെയ്യുന്നു. കൂടാതെ മറ്റ് പല കേസ് സിനാരിയോസിനും ആളുടെ കാലിലോട്ട് ബോൾ പോകുമ്പോഴേക്കും നമുക്ക് കാണാം ആളവിടെ ബോൾ ഹോൾഡ് ചെയ്ത്. ഇപ്പം ഈ ഒരു കേസ് സിനാരിയോ നിങ്ങൾ നോക്കുക, ആൾ ഡ്രോപ്പ് ചെയ്ത് വന്ന് ബോൾ ഹോൾഡ് ചെയ്യുകയാണ്. ആ ഒരു ഫിസിക്കൽ ബാറ്റിൽ ആൾ വിൻ ചെയ്യുകയാണ്. എന്നിട്ട് നമുക്കൊരു ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. സോ ഫെറാൻ ടോറസ് നമുക്ക് ഇത് ശ്രമിക്കുമ്പോഴല്ല നമ്മൾ ലാസ്റ്റ് മാച്ചിൽ കണ്ടു ഒപ്പോണൻറ്റ് വന്ന് ബുള്ളി ഒപ്പോണൻറ്റ് വന്നൊരു പുഷ് ചെയ്യുമ്പോഴേക്കും ആൾ വീഴുവാണ്. ആൾ ഹോൾഡ് പ്ലേ ഫെറാൻ ടോറസിൻ്റെ സ്ട്രെങ്ത് അല്ല. അതേസമയത്ത് ലെവൻഡോസ്കി അതുകൊണ്ട് ഓക്കെ ലെവൻഡോസ്കി ഓഫ് ദ ബോൾ ഫെറാൻ ടോറസിൻ്റെ വർക്കൗട്ട് തരത്തില്ലേലും ലെവൻഡോസ്കി ആളുടെ സോൺസ് ഇപ്പം കവർ ചെയ്യുന്നുണ്ട്. അത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഓഫ് ദ ബോൾ. അതിന് എടുത്ത് പറയേണ്ട കാര്യം ലെവൻഡോസ്കി നമുക്ക് കൊണ്ടുവരുന്നത് ഇതാണ്, ഓഫ് ദ ബോൾ വർക്ക് ലോഡ്
ഇതിനേക്കാൾ ഉപരി നമുക്ക് ഈ ഹോളിലെ പ്ലേയിങ് ഗെയിമിലോട്ട് പ്ലേയേഴ്സിനെ ഇൻവോൾവ് ചെയ്യാനായിട്ട് ലെവൻഡോസ്കിയുടെ പ്രസൻസ് ഹെൽപ്പ് ചെയ്യും. സോ അപ്പുറത്ത് ലെവൻഡോസ്കി ആളുടെ സോണും കവർ ചെയ്യാണ്. റാഷ്ഫോർഡും യമാലും നമ്മൾ കഴിഞ്ഞ മാച്ചിൽ കണ്ടുപോലുള്ള ഓഫ് ദ ബോൾ വർക്ക് ലോഡോടും കിട്ടുവാണെങ്കിൽ വി ആർ പ്രെറ്റി മച്ച് ഗുഡ്. സോ ഈ ഒരു സിനാരിയോസിലൊക്കെ നമ്മൾ കണ്ടു. കൂടാതെ ലെവൻഡോസ്കിയുടെ മൂന്നാമത്തെ ഗോളും വരുന്നുണ്ട്. റാഷ്ഫോർഡിന്റെ കോർണർ കിക്കിലൂടെ ഹെഡറിലൂടെ ലെവൻഡോസ്കി മൂന്നാമത്തെ ഗോൾ സ്കോർ ചെയ്യുന്ന സിനാരിയോസും നമ്മൾ കണ്ടു. പിന്നീട് ലാസ്റ്റ് മൊമെന്റിൽ നമ്മൾ കണ്ട് ഡിയോങ്ങിന് ഈ ഒരു ഫൗള് ആസ്പാസിൽ കമ്മിറ്റ് ചെയ്തതിന് ഒരു സെക്കൻഡ് യെല്ലോ കാർഡ് കിട്ടുന്ന ആൾ നെക്സ്റ്റ് മാച്ച് കാണത്തുമില്ല. സോ മിക്കവാറും എറിക് ഗാർഷ്യ, കസാഡോ, പെഡ്രിയും കാണുമെന്നുള്ള കാര്യം ഡൗട്ട്ഫുൾ ആണ്. സോ കസാഡോ ആയിട്ട് പോകേണ്ട സിനാരിയോസ് വന്നേക്കാവുന്ന ഒരു ഫീലുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് അനദർ ഗ്രേറ്റ് പെർഫോമൻസ് ഫ്രം എറിക് ഗാർഷ്യ റൈറ്റ് ബാക്ക് കേട്ടോ, പറയാതിരിക്കാൻ സൂപ്പർ തന്നെ കളിച്ചു. അതുപോലെ തന്നെയാണ് ഇന്നലെ ഫെർമിൻ ലോപ്പസ് മാൻ. എനിക്ക് ചെറിയൊരു പേടിയുണ്ട്, അമ്മാതിരി വർക്ക് ലോഡാണ് ചെക്കൻ ആ പിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവൻ ലാസ്റ്റ് മൊമെന്റിലാണെങ്കിലും കാണാം 4-2 നിൽക്കുന്ന സമയത്താണെങ്കിലും 90 മിനിറ്റ്സ് അപ്രോച്ച് ചെയ്യുമ്പോൾ ആൾ അഗ്രസീവ്ലി പ്രസ് ചെയ്യുന്നു, ബോൾ വിൻ ചെയ്യുന്നു, തറയെ വീണിട്ട് എണ്ണീക്കുന്നു. യമാലിൽ ബോളുമായിട്ട് ഫ്രണ്ടിൽ ഫെർമിൻ ലോപ്പസ് വിൻ ചെയ്ത ബോളുമായിട്ട് പോകുന്നു. അവിടെ യമാലിൻ്റെ ഷോട്ട് ബാർ തട്ടിപ്പോകുന്ന ഒരു സിനാരിയോ നമ്മൾ കാണുന്നുണ്ട്. സോ ഫെർമിൻ ലോപ്പസിൻ്റെ വർക്ക് ലോഡ് മാൻ പറയാതിരിക്കാൻ വയ്യ. ശരിയാണ്, ഹി മൈറ്റ് നോട്ട് ബി ദ മോസ്റ്റ് ടെക്നിക്കലി ഗിഫ്റ്റഡ് ഈ ടീമിൽ, പക്ഷേ ഈ സോ ഗുഡ് ബ്രോ. പുള്ളിയുടെ പാസിംഗ് റേഞ്ച് ഒന്നും മോശമല്ല, ഗോൾ സ്കോറിംഗ് ത്രെട്ടാണ്. ചില സമയത്ത് ഓക്കെ ഡിസിഷൻ മേക്കിംഗ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, ചിലപ്പോൾ ടീമേഴ്സ് നല്ല പൊസിഷനാണ് പാസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഇത് പറയാം. പക്ഷേ മാൻ ഫ്ലിക്കിന് വേണ്ട പ്ലെയറാണ് ഫെർമിൻ. അമ്മാതിരി വർക്ക് ലോഡാണ് ആ പിച്ച് കൊടുക്കുന്നത്. വർക്ക് ലോഡ് നമ്മൾ മാനേജ് ചെയ്തിട്ടില്ലേ വീണ്ടും പണിയെടുക്കും. കാരണം മാസങ്ങളോളം ഇഞ്ചറി കിട്ടി പുറത്തിരുന്ന ഒരു പ്ലെയറിനെ ഇഞ്ചറി മാറി വന്നതിന് ശേഷം കോൺസ്റ്റന്റ് സ്ട്രെച്ച് ഓഫ് ഗെയിംസിൽ നമ്മൾ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഫെർമിൻ്റെ വർക്ക് ലോഡ് മാനേജ് ചെയ്യേണ്ട വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇവഞ്ച്വലി അറ്റ് ദ എൻഡ് ഒരു 4-2 വിക്ടറി ആയിട്ട് വന്നു. സെക്കൻഡ് ഹാഫ് പെർഫോമൻസ് പോസിറ്റീവാണ്. ഫസ്റ്റ് ഹാഫിൽ മേ ബി ആ ഒരു സംഭവം ട്രൈ ചെയ്തത് പാളിപ്പോയെന്ന് പറയാം. സെൽറ്റ വിഗോ ഒരു ഈസി ഫിക്സറും അല്ല, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. സോ ഇവഞ്ച്വലി ഹാപ്പിയാണ്. സോ ഈ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ, അത്രേ ഇപ്പം പറയാനായിട്ടുള്ളൂ. അവിടെ നമ്മൾ നേരെ റയൽ മാഡ്രിഡ് ടച്ച് ചെയ്യാനായിട്ടാണ് റയൽ മാഡ്രിഡ് ഇന്നലെ 2 പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്ന സിനാരിയോസ് നമ്മൾ കണ്ടു. സോ ഈ മാച്ചിൻ്റെ സ്റ്റാറ്റ്സ് നിങ്ങൾ നോക്കുവാണെങ്കിൽ കൂടുതൽ XG ക്രിയേറ്റ് ചെയ്തത് റയോ വയക്കാനാണ്. അതുപോലെ തന്നെ 2 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്ത് 2 ഒരു മിസ് ചെയ്ത് അപ്പുറത്തെ റയൽ ഒരെണ്ണമാണ് ക്രിയേറ്റ് ചെയ്തത്. സോ ഈ മാച്ചിൽ ഇപ്പോൾ റയൽ ഇറക്കിയ ലൈനപ്പ് സെയിം ഇപ്പോൾ ഓൾമോസ്റ്റ് ആ ഒരു 4-4-2 സിസ്റ്റം തന്നെയാണ്. ഈ മാച്ചിൽ ബ്രഹീം ഡിയാസിനെയാണ് ആൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചൗമിനി അവൈലബിൾ അല്ലാത്തതിനാൽ ബെഞ്ച് ചെയ്തു. ഓക്കെ, ഗാർഡ ഗൂളർ കമ്മുവിംഗ്. ഇപ്പോൾ ഈ റയൽ മാഡ്രിഡ് ടീമിൽ 2-3 ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, ലാസ്റ്റ് 2-3 കളികളായിട്ട് അത് കാണുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇന്നലത്തെ മാച്ചിൽ ഏറ്റവും കുറവ് ടച്ച് എടുത്ത പ്ലെയറാണ് കിലിയൻ എംബാപ്പെ. 27 ടച്ച് ആൾക്ക് എടുക്കാനായിട്ട് സാധിച്ചുള്ളൂ. ഓക്കെ, അപ്പുറത്തെ വിനീഷ്യസ് ജൂനിയർ ഇന്നലെ മോശം ഗെയിം അല്ലായിരുന്നു. ആൾ ഇന്നലെ 12ഓളം ഡ്യൂവൽസ് വിൻ ചെയ്തു, 10 ഡ്യൂവൽസ് ലൂസും ചെയ്തു. സോ 22ഓളം ഡ്യൂവൽസിൽ ആൾ അറ്റംപ്റ്റ് ചെയ്തു. ആളെയാണ് ഏറ്റവും കൂടുതൽ ഫൗൾ ചെയ്യപ്പെട്ട 5 തവണ. ബട്ട് വിനീഷ്യസിനെ ഇന്നലെ ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിച്ച കാര്യം ഫൈനൽ തേർഡിൽ എത്തിയിട്ടുള്ള ആളുടെ ഡിസിഷൻ മേക്കിംഗ് മോശമാണ്. അത് കൺസേണിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡെഫിനറ്റ്ലി. പക്ഷേ എംബാപ്പെ, വിനീഷ്യസ് ജൂനിയർ ആൻഡ് ജൂഡ് ബെല്ലിംഗ്, ഇപ്പോൾ ജൂഡ് ബെല്ലിംഗം ഒക്കെ ഇൻഡിവിജ്വലി മോശമായിട്ടല്ല കളിക്കുന്നത്. ബട്ട് ജൂഡ് ബെല്ലിംഗം തിരിച്ച് ടീമിലോട്ട് വന്നതിന് ശേഷം ആളെ ആ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ റോൾ അക്കോമഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ ഡു യു തിങ്ക് ആ ടീമിൻ്റെ ബാലൻസ് നമ്മൾ ഈ സീസൺ ആദ്യമേ കണ്ട ഒരു ബാലൻസ് മിസ് ചെയ്യുന്നുണ്ടോ എന്നാണ് എനിക്കുള്ള ഒരു ചോദ്യം. നിങ്ങൾ ഒപ്പീനിയൻ പറയാം. കാരണം ഈ റയൽ മാഡ്രിഡ് ടീമിൽ നമുക്കറിയാം ഒരു ഡീപ് പ്ലേയിങ് പ്ലേ മേക്കർ ഇല്ല, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഡീപ് പ്ലേയിങ് പ്ലേ മേക്കർ ഇല്ല. സോ ആൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ആരാണ്, ഒന്നെങ്കിൽ ചൗമിനി അല്ലെങ്കിൽ ഹൗസനെ ബോളുമായിട്ട് ഫ്രണ്ടിലോട്ട് കിടക്കുക, അല്ലെങ്കിൽ ഗൂളർ ഹൂ ഷുഡ് ഓപ്പറേറ്റ് ചെയ്യും. മിഡ് തേർഡിനും ഫൈനൽ തേർഡിനും ഇടയിൽ ഗൂളർ ഓപ്പറേറ്റ് ചെയ്യണം. അല്ല ഫസ്റ്റ് തേർഡിനും ഡിഫൻസീവ് തേർഡിനും മിഡ് തേർഡിനും ഇടയിലല്ല ഗൂളറിൻ്റെ സ്ട്രെങ്ത് ഓപ്പറേറ്റ് ചെയ്യാനുണ്ട്. സോ ഗൂളർ ഡ്രോപ്പ് ചെയ്ത് ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ നടക്കത്തില്ല. അത് നമ്മൾ കണ്ടാണ് ലിവർപൂൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. ഈ മാച്ചിൽ റയോ വയക്കാനെ അത്യാവശ്യം ഫിസിക്കലായിരുന്നു. മൊമെന്റ്സിൽ ഫിസിക്കലായപ്പോൾ റയൽ മാഡ്രിഡ് പ്രഷറിലായാണ് മൊമെന്റ്സ് ഉണ്ടായിരുന്നു. സോ റയൽ മാഡ്രിഡ് ഫൈൻഡ് ചെയ്യേണ്ട ഒരു ആൻസർ, ഓക്കെ നമുക്ക് ഡീപ്പിന്ന് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു പ്ലെയർ ഇല്ല. സോ ടൂ മച്ച് നമ്മളത് ട്രൈ ചെയ്യണോ അഗെയിൻസ്റ്റ് എ ഫിസിക്കലി ഗുഡ് പ്രസിംഗ് ഒപ്പോണന്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് എടുത്തു വയ്ക്കേണ്ട മറ്റൊരു കാര്യം, ഈ എംബാപ്പെ സിൻസ് എൻ്റെ ഒരു ഒപ്പീനിയൻ ജൂഡ് ബെല്ലിംഗം വന്നതിന് ശേഷം എംബാപ്പയുടെ മൂവ്മെൻറ്റ്സ് കുറച്ച് ലിമിറ്റഡ് ആക്കുന്നുണ്ടോ, കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഇപ്പം ഇതിന് മുമ്പത്തെ മാച്ച് ആൾ ഗോൾ സ്കോർ ചെയ്യുന്ന മാച്ചുകളും ഉണ്ടായിരുന്നു, നമുക്കറിയാം ജൂഡ് ബെല്ലിംഗമിനോടൊപ്പം കളിച്ചു. പക്ഷേ അപ്പോഴും നമ്മൾ ജൂഡ് ബെല്ലിംഗം വരുന്നതിന് മുമ്പ് എംബാപ്പയുടെയും വിനീഷ്യസിൻ്റെയും ഇടയിലുള്ള ആ ഒരു മൂവ്മെൻറ്റ്സ് ജൂഡ് വന്നതിന് ശേഷം ബ്ലോക്ക് ആയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. കാരണം ജൂഡും ഓപ്പറേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന മിഡ് തേർഡും ഫൈനൽ തേർഡിനും ഇടയിലാണ്. കമോവിംഗ നമുക്കറിയാം ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡർ അല്ല. കമോവിംഗയും ലൈക്സ് ടു പ്ലേ ബോക്സ് ടു ബോക്സ്. പക്ഷേ ആൾ നമുക്കറിയാം ഡിഫൻസീവിൽ നല്ലപോലെ കവർ കൊടുക്കും. പക്ഷേ ആളും ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡർ അല്ല. അതിൻ്റെ സിനാരിയോസ് നമ്മൾ കണ്ടു. അതിനിപ്പോൾ റയലിനിടയിലുള്ള മറ്റൊരു ഇഷ്യൂ എന്നാന്ന് വെച്ചാൽ റയൽ മാഡ്രിഡ് പ്ലേയേഴ്സ് ഇപ്പോൾ ഈ സീസണിലെ റയലിനെ ഏറ്റവും ബെസ്റ്റ് ആക്കിയ ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു, റയലിൻ്റെ കൗണ്ടർ പ്രസ് നല്ലതായിരുന്നു. പക്ഷേ ഇപ്പം അത് ഡൗൺ ആവുന്നുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മെയിൻലി ബിറ്റ്വീൻ ദ ലൈൻസ് റയൽ മാഡ്രിഡിന് അഗെയിൻസ്റ്റ് ധാരാളം സ്പേസുകളുണ്ട്. റയൽ മാഡ്രിഡിൻ്റെ ആ ഫസ്റ്റ് പ്രസ് ബീറ്റ് ചെയ്താൽ അഥവാ ആ ഫസ്റ്റ് പ്രസ്സിന് ഇൻറ്റൻസിറ്റി വന്നില്ലെങ്കിൽ സെക്കൻഡ് ഫേസിലോട്ട് കിടക്കുമ്പോൾ ധാരാളം സ്പേസുകളുണ്ട് ഒപ്പോണന്റ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ. ആ ഒരു ഫസ്റ്റ് ഫേസ് ബീറ്റ് ചെയ്താൽ ഈ ഫ്രണ്ടിലുള്ള പ്ലേയേഴ്സ് ട്രാക്ക് ബാക്ക് ചെയ്യാത്തതും കൺസേണിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനത്തെ കുറച്ച് സിനാരിയോസ് ഉണ്ട്. സോ ഒരു എക്സാമ്പിൾ നിങ്ങളെ കാണിക്കാനാണ് ഇത്. ഇവിടെ നിങ്ങൾ നോക്കുക, അവിടെ റയോ വയക്കാന പ്ലേയേഴ്സിൻ്റെ കാര്യമാണ് പോകുന്നത്. അവിടെ നിങ്ങൾക്ക് കാണാൻ റയൽ മാഡ്രിഡിൻ്റെ ബാക്കിൽ നമ്പേഴ്സ് ഉണ്ട്.
സോ ഇവിടെ വയക്കാനോടെ കാല് ബോൾ കിട്ടും. ആ മിഡ്ഫീൽഡ് ഏരിയ നിങ്ങൾ നോക്കുക, അവിടെ മൊത്തം സ്പേസാണ്, ധാരാളം സ്പേസുകളാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ടുള്ളത്. അവിടെ ടൈം ഓൺ ദ ബോൾ കിട്ടുവാണ്, ആ സെൻറ്ററിൽ നിൽക്കുന്ന പ്ലെയറിനെ ഈസിലി ഫൈൻഡ് ചെയ്യണം. അവിടെ നമ്പേഴ്സ് ഇല്ല, അവിടെ ആ പ്ലെയറിനെ പിച്ച് സ്കാൻ ചെയ്യാൻ സാധിച്ചാൽ എത്ര നമ്പേഴ്സ് ഇൻ ബിഹൈൻഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു റൈറ്റ് ഡിസിഷൻ എടുക്കും ആ പ്ലെയർ. സോ ആ പ്ലെയർ ഇതാണ്ട് ആളുടെ റൈറ്റിലോട്ടൊരു സ്പേസ് കാണും, റൈറ്റ്ലി അവർ ആ ഫുൾ ബാക്ക് റൺ നടത്തുന്നു, ആളെ ഫൈൻഡ് ചെയ്യുന്നു, ആളെ സിംപ്ലി ഫൈൻഡ് ചെയ്ത ആൾ ബോക്സിലോട്ട് കിടക്കുന്നു, അവിടെ നിന്ന് ആൾ ഷോട്ട് എടുക്കുന്നത് തീബോ കോർട്ടോ സേവ് ചെയ്യണം. സോ ഈ ഒരു കേസ് സിനാരിയോയിൽ നമുക്ക് മനസ്സിലായ കാര്യം എന്താണ്, ടൈം ഓൺ ദ ബോൾ കൊടുത്താൽ എത്ര നമ്പേഴ്സ് ഇൻ ബിഹൈൻഡ് ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു സൊല്യൂഷൻ ഒപ്പോണന്റ് കണ്ടെത്തും. ഈ സെയിം സിറ്റുവേഷൻ നമ്മൾ ലിവർപൂൾ ഇന്നലെ സിറ്റിക്ക് കൊടുക്കുന്നുണ്ട്. സോ അനദർ കേസ് സിനാരിയോ ഈ സെയിം മാച്ചിൽ ഇവിടെ തന്നെ ഇപ്പം നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ലൈനോ പ്രസ് ബീറ്റ് ചെയ്ത് വന്നാൽ നോക്കുക, സെൻട്രൽ സോൺസിൽ സെൻട്രൽ ഏരിയാസിൽ റയൽ മാഡ്രിഡ് പ്ലേയേഴ്സേ ഇല്ല. അവർക്ക് ടൈം ഓൺ ദ ബോൾ കിട്ടാണ്. ഓക്കെ 6 റയൽ മാഡ്രിഡ് പ്ലേയേഴ്സ് ബാക്കിലുണ്ട്, ഓക്കെ ഈ ഒപ്പോണന്റിന് 4 പ്ലേയേഴ്സേ ഉള്ളൂ, അല്ലെങ്കിൽ 3 പ്ലേയേഴ്സേ ഉള്ളൂ. സോ ഈ ഒരു കേസിനാരും നമ്മൾ കവേർഡ് ആണെന്ന് ഓർത്തിരുന്നിട്ട് കാര്യമില്ല, കാരണം ആ അഗ്രഷൻ വന്നില്ലെങ്കിൽ അവരൊരു സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യും. സാർ ഇവരെല്ലാം പ്രൊഫഷണൽ പ്ലേയേഴ്സാണ്, ഇവരൊരു സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യും. സോ അവിടെ ആ സൈഡിലോട്ട് പാസ് ചെയ്യുന്നു, ഇൻ ബിഹൈൻഡ് ഒരു പ്ലെയർ റൺ നടത്തുന്നു. സോ അവിടെ നിന്ന് ഒരു ക്രോസ് വരികയാണ്, അത് ആ പ്ലെയർ മിസ് ചെയ്യുകയാണ്. മേ ബി അത് കൺവേർട്ട് ചെയ്യുമായിരുന്നെങ്കിൽ അവിടെ 1-0 റേവേക്കാനെ വിക്ടറി ആയിട്ട് വന്നു. സോ അവിടെ നിങ്ങൾക്കാണ് ലാക്ക് ഓഫ് ഇൻറ്റൻറ്റ്, ഫ്രണ്ടിലുള്ള പ്ലേയേഴ്സ് വരാത്ത ഒരു ഇൻറ്റൻറ്റ്. 2 ഈവൻ ബാക്കിലെത്ത 6 പ്ലേയേഴ്സ് ഉണ്ടായിരുന്നിട്ടും ടൈം ഓൺ ദ ബോൾ ഒപ്പോണന്റിന് കൊടുത്താൽ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ദേ ആർ ഗോയിങ് ടു എക്സ്പ്ലോയിറ്റ് യു. 100% ഉറപ്പുള്ള കാര്യമാണ്. സോ ഇത് നമ്മൾ കണ്ടൊരു സിനാരിയാണ്. വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബിൽഡപ്പ് ഫേസിൽ ഹൗസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. റയൽ മാഡ്രിഡ് സൂക്ഷിച്ചില്ലെങ്കിൽ പണി കാണാൻ സാധ്യതയുണ്ട്. കാരണം ഈ മാച്ചിൽ നമുക്കറിയാം, ഇപ്പോൾ ഈ ഒരു കേസിനാരി, ഈ ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞാൽ, സോ ഈ ഒരു കേസിനാരി നിങ്ങൾ നോക്കുക, ടീബോ കോർട്ടോ ഹൗസിനെ പ്ലേ ചെയ്യുകയാണ്. സോ ഹൗസിൻ്റെ കാലി ബോൾ കിട്ടുമ്പോഴേക്കും അവിടെ ഹൗസൻ ആ ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യാനായിട്ട് ഫോഴ്സ്ഡ് ആവുകയാണ്. സോ അവിടെ കമ്മുവിങ്ക ഡ്രോപ്പായി വരുന്നില്ല, അല്ലെങ്കിൽ ഗൂളർ ആ സേഫ് ആ സോണിലോട്ട് ഡ്രോപ്പായി വരുന്നില്ല. സോ അവിടെ ഹൗസിന് ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യാനായിട്ട് ഫോഴ്സ്ഡ് ആവുകയാണ്. ഓക്കെ സൈഡിലോട്ട് ഒരു പാസിംഗ് ഓപ്ഷൻ അറേറാസ് അവിടെ നിൽപ്പുണ്ട്, പക്ഷേ എന്നാലും ആൾ ഫ്രണ്ടിലോട്ട് കയറി ബോളായിട്ട് പ്രോഗ്രസ് ചെയ്യണം. മേ ബി ആൾ പാസിംഗ് ആൾ ഫ്രണ്ടിലോട്ട് കയറുവാണ്, അവിടെ പ്രസ് വരുവാണ്, പക്ഷേ ആ പ്രസ് ആൾ ബീറ്റ് ചെയ്യുകയാണ്. സോ ഇപ്പോൾ നമുക്ക് കാണാം, ആളെ ആ പ്രഷ് വരുന്ന സമയത്താണ് അവിടെ കമുവിങ്ക പാസിംഗ് ഓപ്ഷനായിട്ട് വരുന്നത്. ഫസ്റ്റ് ടൈം അവിടെ വരുന്നില്ല. സോ അവിടെ ഫൗൾ ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് റയൽ മാഡ്രിഡ് അവിടെ രക്ഷപ്പെടുകയാണ്. മേ ബി അവിടെ ആ ബോൾ അവർ വിൻ ചെയ്യുമായിരുന്നെങ്കിൽ റയൽ മാഡ്രിഡ് മൈറ്റ് ഹാവ് ഗോട്ട് എക്സ്പോസ്. സോ കറേറാസിനെയും കൊണ്ട് ഹൗസിനെയും കൊണ്ട് ഓക്കെ ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യാനായിട്ട് ഫോഴ്സ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻ. അഥവാ ഫോഴ്സ് ചെയ്യുകയാണെങ്കിൽ, അഥവാ ബോൾ ലൂസ് ചെയ്യുകയാണെങ്കിൽ കവർ വേണം. മാഡ്രിഡ് ഡെർബിയിൽ നമ്മൾ കണ്ടതാണ് റയൽ മാഡ്രിഡിനെ പറ്റിയ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ ആയിരുന്നു. സോ ഈ മാച്ചിലും അങ്ങനത്തെ ഒരു എക്സാമ്പിൾ പല സിറ്റുവേഷൻസിലും വരുന്നുണ്ടായിരുന്നു. സോ ഗൂളർ ആണെങ്കിലും ജൂഡ് ബെല്ലിംഗം ആണെങ്കിലും ഇവരുടെ ഒന്നും സ്ട്രെങ്ത് അല്ല ഡ്രോപ്പ് ചെയ്ത് ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യുവാൻ. കമുവിങ്കാരുടെ സ്ട്രെങ്ത് അതല്ല. ഈവൻ ചൗമനി പിച്ചിലുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആണ്, ആളുടെ പൊസിഷനിങ് കുറച്ചുകൂടെ ബെറ്റർ ആണ്. ചൗമനിനെ ഈ മാച്ച് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു റയൽ, അതൊരു ഫാക്റ്റാണ്. പക്ഷേ ചൗമനി ബോൾ റിസീവ് ചെയ്തിട്ട് ഓക്കെ ആൾ കുഴപ്പമില്ല സർക്കുലേറ്റ് ചെയ്യും, പക്ഷേ അതുമായിട്ട് പ്രോഗ്രസ് ചെയ്യാനായിട്ട് ഉള്ളൊരു പ്ലെയർ അല്ല ചൗമനി. മേ ബി ഒരു ബോൾ പ്രോഗ്രസറിനെ ഡീപ്പ് ബോൾ പ്ലേയിങ് മിഡ്ഫീൽഡറിനെ റിയലി ലാക്ക് ചെയ്യുന്നുണ്ട് റയൽ. കൂടാതെ അപ്പ് ഫ്രണ്ട് കിലിയൻ എംബാപ്പയുടെ മൂവ്മെൻറ്റ്സ് ലിമിറ്റഡ് ആക്കുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യനും ഉണ്ട്. ഇങ്ങനെ പല സിനാരിയോസ് ഉണ്ട്. കൂടാതെ വാൽവേഡനെ ഈ മാച്ചിൽ ഫോഴ്സ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തോ എന്നൊരു ക്വസ്റ്റ്യൻ മെറ്റോറണുണ്ട്. കാരണം വാൽവേഡെ ഈ മാച്ച് വീണ്ടും ഇഞ്ചറി പറ്റിപ്പോയി. ഓൾറെഡി മറ്റേ ആൻഫീൽഡിൽ നിന്ന് വരുന്ന സമയത്ത് ഇഞ്ചറി ഉണ്ടെന്നുള്ള രീതി റിപ്പോർട്ടുകൾ വരുന്നുണ്ടായിരുന്നു. കൂടാതെ ഇപ്പം ആളുടെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് ആയിരുന്നു സബ്സ്റ്റിറ്റ്യൂഷൻസ് ഓൺ പോയിന്റ്. ഇപ്പോൾ അത് പാളുന്നുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ ട്രെൻഡ് പോലത്തെയൊക്കെ പ്ലേയേഴ്സ് ബെഞ്ചിൽ ഉണ്ടായിട്ടുമാണ് വാൽവേഡനെ ഇഞ്ചറിയും വെച്ച് കളിക്കാനായിട്ടൊക്കെ ഫോഴ്സ് ചെയ്തതെന്ന് നമുക്ക് തോന്നുന്നു. ആൾ ശരിക്കും ഫറ്റീഗ്ഡാന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കൂടാതെ റോഡ്രിഗോനെ എന്തുകൊണ്ട് നേരത്തെ യൂസ് ചെയ്യുന്നില്ല? സെബായോസ് ഇപ്പോൾ ഗൂളർ വർക്കാവുന്നില്ല, സെബായോസ് പോലത്തെ ഒരു ഓപ്ഷൻ ഇല്ല, കുറച്ചുകൂടെ ഡീപ്പ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യാൻ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു പ്ലെയർ. മറ്റൊരു ക്വസ്റ്റ്യൻ ഫ്രാൻ ഗാർഷ്യൻ എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഐ തിങ്ക് നമ്മൾ കണ്ടതാണ് ക്ലബ് വേൾഡ് കപ്പിൽ ഫ്രാൻ ഗാർഷ്യ ഇസ് റിയലി ഗുഡ്. ആളുടെ ഓവർലാപ്പിംഗ് റൺസ് ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. പിച്ച് സ്ട്രെച്ച് ചെയ്യാനായിട്ട് ഫ്രാൻ ഗാർഷ്യയെ കൊണ്ട് അടിപൊളിയായിട്ട് പറ്റും. സോ ഈ വിനീസ് ഹാവിങ് എ ബാഡ് ഗെയിം. ഇഫ് കറാറാസിന് റെസ്റ്റ് വേണം, ഓക്കെ കറാറാസ് നമുക്ക് ഒന്നുകൂടെ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കുറച്ചുകൂടെ ഒരു വിട്ട് സ്ട്രെച്ച് ചെയ്യണം, എന്തുകൊണ്ട് ഫ്രാൻ ഗാർഷ്യയെ കൂടുതൽ യൂസ് ചെയ്തല്ലോ? അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഇപ്പം ചോദിക്കുന്നുണ്ട് ചാവിയോട്. മേ ബി ബോക്സിൽ ഒരു പ്രസൻസ് ഇല്ലാത്തത് ഒരു വലിയ ഫാക്ടറായിട്ട് തോന്നുന്നുണ്ട് റയൽ മാഡ്രിഡിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും. സോ ഗോൺസാലോ ഗാർഷ്യ നമുക്കറിയാം ക്ലബ് വേൾഡ് കപ്പിലെ റയൽ മാഡ്രിഡിൻ്റെ ടോപ്പ് സ്കോറിൽ ഒരാളായിരുന്നു. സോ മേ ബി എന്തുകൊണ്ട് പുള്ളിക്ക് കൂടുതൽ മിനിറ്റ്സ് കിട്ടുന്നില്ല? അങ്ങനെ ഓക്കെ ഗോൺസാലോ ഗാർഷ്യ ഇപ്പോഴും റെഡി ആർട്ടിക്കിൾ ആണെന്നൊന്നും അല്ല പറയുന്നത്, പക്ഷേ എന്തുകൊണ്ട് ട്രൈ ചെയ്തോ ഇഫ് എവറിത്തിങ് ഈസ് നോട്ട് വർക്കിംഗ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ മേ ബി ചാബി അലോൺസോയ്ക്കും പ്ലേയേഴ്സിനിടയിലും ഇഷ്യൂ ഉണ്ടെന്നുള്ള രീതിയിലും വാർത്തകളൊക്കെ ഇപ്പം വീണ്ടും ഈ ഓരോ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ വരുന്നുണ്ട്. ഇതിൽ എന്തുമാത്രം സത്യമുണ്ടെന്ന് നമുക്കറിയത്തില്ല, ഉണ്ടാവാതിരിക്കട്ടെ, നമുക്ക് നോക്കാം എന്താവുമെന്ന്. കാരണം റിസൾട്ട് മോശമാവാൻ തുടങ്ങിയാൽ പ്ലേയേഴ്സിനിടയിൽ ഇഷ്യൂവും കൂടെ ഉണ്ടെങ്കിൽ ചാബിക്ക് കാര്യങ്ങൾ എളുപ്പമാകത്തില്ല. സോ ലെറ്റ്സ് സീ എന്താണ് നിങ്ങൾക്ക് ഈ രണ്ട് മാച്ചിനെ കുറിച്ചുള്ള ഒപ്പീനിയൻസ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.